സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയെങ്കിലും LDF-ൽ അതൃപ്തി പുകയുകയാണ്. നടപടി വൈകിയെന്ന അഭിപ്രായം ഘടകകക്ഷികൾ പരസ്യമാക്കി. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ MR അജിത് കുമാർ സ്ഥാനക്കയറ്റം ലക്ഷ്യമിട്ടെന്ന് DGPയുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ വൈകിയതും ഉത്തരവിൽ നടപടിയെന്നുപോലും പരാമർശിക്കാത്തതുമാണ് അതൃപ്തിക്ക് കാരണം. ഇതിനെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിരോധിക്കുന്നത് സർക്കാർ ഉറപ്പുപാലിച്ചെന്ന വാദമുയർത്തിയാണ്. ഗവൺമെന്റ് എന്താണോ പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു. അതിനിടയിൽ വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് നിങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു സമ്മർദ്ദത്തിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവകാശവാദങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ. ക്രമസമാധാന പാലന ചുമതലകളിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്നാണ് CPIയുടെ ആവശ്യം. ഈ ആവശ്യമാണ് CPI ആദ്യം മുതലേ ഉന്നയിച്ചത്. അതിനപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും CPI പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും. ആവശ്യമാണ് ഇന്നിപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നത്. MR അജിത് കുമാറിനെ നേരത്തെ തന്നെ മാറ്റേണ്ടതായിരുന്നുവെന്ന് RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് 24നോട് പറഞ്ഞു. ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താനുള്ള കസേരകളിയെന്നാണ് നടപടിയിൽ PV അൻവറിന്റെ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റ് തൃപ്തിയൊന്നുമില്ല. തൃപ്തി ഉണ്ടാണെങ്കിൽ അവനെ ഡിസ്മിസ് ചെയ്യണം. കാരണം അവൻ നൊട്ടോറിയസ് ക്രിമിനലാണ്. ഇപ്പോൾ നടന്നിരിക്കുന്നത് താൽക്കാലികമായി ഇടതുപക്ഷ കക്ഷികളെ സമാധാനപ്പെടുത്താനുള്ള കസാരക്കളിയാണ്. അതേസമയം ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് DGPയുടെ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളുണ്ട്. DGP പദവി ഉൾപ്പെടെയുള്ള നേട്ടങ്ങളാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന സംശയം DGP മുന്നോട്ട് വയ്ക്കുന്നു. പോലീസിനെ സംശയമുനയിലാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗുരുതര പരാമർശം അവഗണിച്ചാണ് അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കിയത്. അതേസമയം കൂടിക്കാഴ്ചയെ നിസാരവൽക്കരിക്കുന്ന പ്രതികരണമാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ ഇന്ന് നടത്തിയത്. സംസാരേ പാടില്ല. ആരുമായിട്ട് SDP ആയിട്ട് സംസാരിക്കേണ്ടി വരും, ജമാഅത്തായിട്ട് സംസാരിക്കേണ്ടി വരും, RSSുമായിട്ട് സംസാരിക്കേണ്ടി വരും. നിരോധിക്കാത്തിടത്തോളം കാലം നിരോധിച്ച പാർട്ടീൻ്റെ ആൾക്കാരുമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ലേ? ഇത് സംസാരിക്കാനേ പാടില്ല. സംസാരിക്കാൻ എന്താ പറയുന്നതിൻ്റെ അർത്ഥം? ഡൽഹിയിലുള്ള DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ADGP വിഷയത്തിൽ ഇന്നും പ്രതികരിച്ചില്ല. 24 തിരുവനന്തപുരം.